Hello friends, welcome to 𝙑𝙑𝙬𝙬𝙯 ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജയ്. അപ്പോൾ എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് ഒരു സെക്യൂരിറ്റി കീനെ കുറിച്ചാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും നമ്മുടെ PC-ക്കും നമ്മുടെ സോഷ്യൽ നെറ്റ്വർക്കിങ്ങിനും അതുപോലെ വെബ്സൈറ്റുകൾക്കും അതുപോലെ നമ്മുടെ ജിമെയിൽ അക്കൗണ്ട്, യൂട്യൂബ് അക്കൗണ്ട് ഇതിനൊക്കെ നമുക്കൊരു ഫിസിക്കൽ സെക്യൂരിറ്റിക്ക് വെക്കുന്നത് എത്ര നല്ലതായിരിക്കും എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം നമ്മുടെ 2 ഫാക്ടർ ഓതൻറ്റിഫിക്കേഷനിലൊക്കെ നമുക്ക് നോർമലായിട്ട് വരുന്നത് ഒന്നെങ്കിൽ നമ്മൾ ഓതൻറ്റിക്കേറ്റർ ആപ്പ് വയ്ക്കും, അല്ലെങ്കിൽ നമുക്ക് പ്രോംപ്റ്റ് വയ്ക്കും. നമുക്ക് എന്ന് വെച്ചാൽ നമ്മൾ മൊബൈലിലേക്ക് ഒരു മെസ്സേജ് വരും, അല്ലെങ്കിൽ മൊബൈലിൽ OTP വരും. അതൊക്കെയാണ് നമ്മൾ 2 ഫാക്ടർ ഓതൻറ്റിഫിക്കേഷൻ നോർമലി ചെയ്യുക. പക്ഷേ അത് സേഫിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 60% വേണമെങ്കിൽ സേഫസ്റ്റ് ഒരു പെർസെൻറ്റേജ് കണക്ക് നോക്കി കഴിഞ്ഞാൽ 60% വേണമെങ്കിൽ നമുക്ക് സേഫ് ആണെന്ന് പറയാം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. പക്ഷേ നിങ്ങൾക്കറിയാം നമ്മുടെ PC-യും മൊബൈലൊക്കെ ഇപ്പോൾ ഇഷ്ടം പോലെ ഹാക്ക് ആവുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു മൊബൈൽ ഹാക്കായി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ജിമെയിൽ അക്കൗണ്ടും നമുക്ക് നമ്മുടെ അതിലുള്ള പ്രോംപ്റ്റും OTP വരുന്നതൊക്കെ നമുക്ക് ഈ ഹാക്കർമാർക്ക് എടുത്തിട്ട് നമുക്ക് നമ്മുടെ ജിമെയിൽ അക്കൗണ്ടിലേക്കും ജിമെയിലുള്ള മെയിൽസും ഫോട്ടോസും യൂട്യൂബ് മാത്രമല്ല നമ്മുടെ ജിമെയിൽ അക്കൗണ്ടിലും ഡ്രൈവിലും ഒക്കെ നമ്മുടെ ഇമ്പോർട്ടൻസ് ഡാറ്റാസ് ഇപ്പോൾ എല്ലാവരിലും ഉണ്ട്. പ്രത്യേകിച്ച് പിന്നെ ഫോണിലൊക്കെ ആണെങ്കിൽ നെറ്റ് ബാങ്കിങ്ങും മൊബൈൽ ബാങ്കിങ്ങിൻ്റെ എല്ലാത്തിനും സ്റ്റേറ്റ്മെൻറ്റ്സും ഡീറ്റെയിൽസും ഒക്കെ നമ്മുടെ മെയിലിലും മെസ്സേജിലും ചിലപ്പോൾ നമ്മുടെ എന്താ പറയുക ഫേസ്ബുക്കിൽ ഫോട്ടോസും ഇൻസ്റ്റാഗ്രാം എല്ലാത്തിലും നമ്മളിപ്പോൾ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഒരു സാധനം ഹാക്കായി കഴിഞ്ഞാൽ നമ്മുടെ എത്ര ഡാറ്റ പോകുമെന്ന് നിങ്ങൾക്ക് അറിയായിരിക്കും. അപ്പോൾ ശരിക്കും അതിനൊരു എക്സ്ട്രാ ലെയർ പ്രൊട്ടക്ഷനാണ് ശരിക്കും ഒരു ഫിസിക്കൽ ഒരു കീ എന്ന് പറയുന്നത്. ഒരു യുബിക്കോൻ്റെ NFC കീ ആണ്. അപ്പോൾ NFC ഇല്ലാത്ത മോഡൽസും ഉണ്ട്, തേറ്റിസ് ഒരു വേറെ ബ്രാൻഡൊക്കെ ഉണ്ട്. ഞാൻ എന്തായാലും ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ബെസ്റ്റ് ബൈ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇത് യുബിക്കോൻ്റെയാണ് ഉണ്ട്. അത് നമ്മുടെ NFC ഇൻബിൽഡ് വരുന്ന ഒരു കീ ആണ്. നമുക്കിത് എല്ലാത്തിനും ഉപയോഗിക്കാം. നമ്മുടെ വിൻഡോസിന് അതുപോലെ ജിമെയിൽ അക്കൗണ്ടിന് യൂട്യൂബ് നമ്മൾ ജിമെയിൽ അക്കൗണ്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ യൂട്യൂബിനൊക്കെ വരും, അതുപോലെ ഇൻസ്റ്റാഗ്രാമിന് ഫേസ്ബുക്കിന്. പക്ഷേ ഫേസ്ബുക്കിന് പറ്റില്ല. ഫേസ്ബുക്കിന് നമുക്ക് ഇതിൻ്റെ ഹയർ മോഡൽ വേണം. നമുക്കൊരു 6000 റേഞ്ചിൽ വരുന്ന യുബിക്കോ 5 സീരീസ് ഒരു മോഡൽ വേണം, എന്നാലേ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ഓൾറെഡി ആഡ് ചെയ്യാൻ നോക്കിയിട്ട് അടുത്ത സെക്ഷനിൽ നമ്മൾ കാണിക്കുന്നുണ്ട്. ഫേസ്ബുക്കിലും അതുപോലെ ഇൻസ്റ്റാഗ്രാമിലും ജിമെയിൽ അക്കൗണ്ടിൽ എങ്ങനെ ആഡ് ചെയ്യുന്നത് നമ്മളിപ്പോൾ സ്റ്റെപ്സ് വഴി നമ്മൾ ഓൺലൈനിൽ കമ്പ്യൂട്ടറിലും മൊബൈലിലും കാണിക്കുന്നതാണ്. അതിൽ നമ്മൾ ഓൾറെഡി ഇൻസ്റ്റാഗ്രാമിൽ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് അതിൽ ഈ കാർഡിന് ഓപ്ഷൻ കിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ കാർഡിൽ ഈ കീന് ഓപ്ഷൻ കിട്ടില്ല. നമുക്ക് ഇതിൻ്റെ 5 സീരീസ് കീ വേണം, എന്നാലും നമുക്ക് യുബിക്കോൻ്റെ അത് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടാൽ. അപ്പോൾ ഇത് ബേസിക്കാണ്, ഫസ്റ്റ് മോഡലാണ്. അതിൽ 3800 റേഞ്ചിൽ വരുന്നതാണ്. 3000 റേഞ്ചിൽ വരുന്ന തേറ്റിസിന് ഉണ്ട്. അതുപോലെ NFC സംഭവങ്ങളൊന്നുമില്ല. എന്തായാലും നിങ്ങൾ ഏതെങ്കിലും ഒരു കീ, ഒരു USB കീയോ NFC കീയോ ബ്ലൂടൂത്ത് കീയോ ഏതെങ്കിലും നിങ്ങൾ ഒരെണ്ണം വെക്കുന്നത് നല്ലതായിരിക്കും. നിങ്ങൾ മിക്ക ആൾക്കാർ നമ്മളിപ്പോൾ നെറ്റ് ബാങ്കിങ്, മൊബൈൽ ബാങ്കിങ്, അതുപോലെ ഫേസ്ബുക്കിൽ ഷെയറിങ്, നമ്മുടെ ഡാറ്റ ഷെയറിങ് എന്ന് വെച്ചാൽ നമ്മുടെ ഡാറ്റാസാണ് ഫുള്ള്. നമ്മുടെ മൊബൈലിലും ഓൺലൈനിലും ജിമെയിലും ഡ്രൈവിലും ഒക്കെ നമ്മുടെ ഡാറ്റാസാണ്. അതിപ്പോൾ നമ്മുടെ വെറും ഒരു യൂട്യൂബ് അക്കൗണ്ട് ആവണമെന്നില്ല. അപ്പോൾ നമ്മുടെ എത്ര ഡീറ്റെയിൽസ് ആയാലുണ്ടെന്ന് വെച്ചാൽ നമുക്കത് എനിക്ക് തോന്നുന്നു 95% ആൾക്കാരും ഫുള്ള് അവരുടെ ഒരു 90% ഡാറ്റാസ് നമുക്ക് ഓൺലൈൻ ഉണ്ടായിരിക്കും. അപ്പോൾ കുറച്ചുകൂടി ഒരു സെക്യൂരിറ്റി ലെയർ കൂടുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫംഗ്ഷൻസ് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയായിരിക്കും. നമ്മൾ ആദ്യം നമ്മുടെ പാസ്വേഡ് അടിച്ചു കൊടുത്തു. ഇപ്പോൾ ഒരു ജിമെയിൽ അക്കൗണ്ട് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ജിമെയിലിൽ സൈൻ ഇൻ ചെയ്യാണ്. അപ്പോൾ നമ്മൾ പാസ്വേഡ് അടിച്ചു കൊടുത്തു. അപ്പോൾ അടുത്ത് എന്താ വെച്ചാൽ നോർമലി വരുന്നത് 2 ഫാക്ടർ ഓതൻറ്റിഫിക്കേഷൻ ഓൺ ആണെങ്കിൽ വരുന്നത്, ഇപ്പോൾ എല്ലാവർക്കും ഓൺ ആക്കുന്ന നിയമമുണ്ട്. പക്ഷേ ഓൺ ആണെങ്കിൽ നമുക്ക് വരുന്നത് ഒന്നെങ്കിൽ നമ്മുടെ മൊബൈലിലേക്ക് ഒരു പ്രോംപ്റ്റ് വരും യെസ് അടിച്ചു കൊടുക്കാൻ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു OTP വരും മൊബൈലിലേക്ക്, അല്ലെങ്കിൽ നിങ്ങൾ ഗൂഗിളിൻ്റെ ഓതൻറ്റിക്കേറ്റർ ആപ്പ് ഉപയോഗിച്ചിട്ട് നമ്മളൊരു പിൻ അടിച്ചു കൊടുക്കുക. അപ്പോൾ ഈ സംഭവം ശരിക്കും ഒരു ഹാക്കർ നമ്മുടെ ഫോൺ ഹാക്കാണെങ്കിൽ ഈ സംഭവം അവർക്ക് എടുക്കാം, ഈസിയാണ്. പക്ഷേ അതിന് പകരം നമുക്ക് ഈ സെക്യൂരിറ്റി കീ ആണ്, ഇതൊരു ഫിസിക്കൽ സെക്യൂരിറ്റി കീ ആണ്. അപ്പോൾ ഇത് ഹാക്കർമാർക്ക് ഓൺലൈൻ വന്ന് എടുത്തുകൊണ്ട് പോകാൻ പറ്റില്ല. അപ്പോൾ നമുക്കൊരു എക്സ്ട്രാ ലെയർ സെക്യൂരിറ്റിയാണ് ഈ സാധനം സൈൻ ഇൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊരു ഫീച്ചർ. പിന്നെ ഞങ്ങൾ ഒരു വേറെ കാര്യം ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മളിത് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ബാക്കിയുള്ള ഗൂഗിൾ ഓതൻറ്റിക്കേറ്ററും അതുപോലെ പ്രോംപ്റ്റും അതുപോലെ ബാക്കി അതൊക്കെ ഓഫ് ചെയ്ത് വെക്കാനുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്തൊരു വേറെ ഓപ്ഷൻ കിട്ടും. ഇതല്ലാണ്ട് നമുക്ക് സൈൻ ചെയ്യാനുള്ള വേറെ ഓപ്ഷൻ അതിൽ വരും. അപ്പോൾ അതൊക്കെ ഓഫ് ചെയ്ത് വെക്കണം. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് നമ്മുടെ ഈ OTPയും അതുപോലെ എന്താ പറയുക ഗൂഗിൾ വേറെ ഓതൻറ്റിക്കേറ്റർ ആപ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അതൊക്കെ ഓഫ് ചെയ്ത് വെക്കണം. അപ്പോൾ ശരിക്കും ഇതൊരു NFC ഇൻബിൽഡ് ഉള്ളതാണ്. നമുക്കിത് ഫോണിൽ കൂടെ NFC വരെ പെയറിങ് ചെയ്യാം. നമുക്കത് കമ്പ്യൂട്ടറിൽ ഇത് കുത്തിയിട്ട് വേണമെങ്കിൽ പെയറിങ് ചെയ്യാം. അപ്പോൾ എന്തായാലും കാണിച്ചു തരുന്നുണ്ട് വീഡിയോയിൽ. അപ്പോൾ വീഡിയോ ഫുൾ കാണാൻ മറക്കണ്ട. അതിന് മുമ്പ് ചാനൽ പുതിയ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഒക്കെ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കിക്കോട്ടെ. പിന്നെ ആമസോണിൻ്റെ നമ്മൾ സ്റ്റോർ തുടങ്ങിയിട്ടുണ്ടായിരുന്നു, ഇൻഫ്ലുവൻസർ സ്റ്റോർ. അതൊന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കണം മറക്കണ്ട. താഴെ എല്ലാത്തിനും ലിങ്ക് ഡിസ്ക്രിപ്ഷനും കാര്യം കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ NFC കീസുകളിലെയും അതുപോലെ ബാക്കിയുള്ള ബ്രാൻഡുകളുടെ കീഴിൻ്റെയും ബെസ്റ്റ് ബൈ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കുക. താല്പര്യമുള്ളവർക്ക് ഡാറ്റ വഴി വാങ്ങിക്കാം. ഒരു 3000 തൊട്ട് ഒരു 7000-7500 വരെ റേഞ്ചിൽ വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള ഏതാണ് അത് നോക്കി നിങ്ങൾക്ക് വാങ്ങിക്കാം കേട്ടോ. പിന്നെ എന്തെങ്കിലും സംശയിക്കുന്നത് കമൻറ്റ് ചെയ്താൽ മതി. നമ്മളപ്പോൾ തന്നെ റിപ്ലൈ ചെയ്തതാണ്. അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്ക് ഫോളോ ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് നമ്മുടെ വീഡിയോയിലേക്ക് പോയാലോ. ആദ്യം നമുക്ക് മൊബൈലിലേക്കോ അതിന് ശേഷം നമുക്ക് കമ്പ്യൂട്ടറിലേക്ക് പോയിട്ട് നമ്മൾ ജിമെയിൽ ആഡ് ചെയ്തിട്ട്
നോക്കാം. ഇത് രണ്ടും നോക്കാം. അപ്പോൾ നമ്മുടെ യൂബിക്കോൻ്റെ സെക്യൂരിറ്റിക്ക് NFC-യുടെ പാക്കേജിങ്ങാണ് നമ്മളിപ്പോൾ കാണുന്നത്. ചെറിയൊരു പാക്കേജിങ് ആട്ടോ. നമ്മുടെ നോർമൽ നമ്മുടെ ഒരു USB നോർമൽ USB ഉണ്ടല്ലോ, അത് വേറെ ഒരു പാക്കേജിങ് അതിൻ്റെ അത്രയേ ഉള്ളൂ. അതിൻ്റെ അത്രയും ഇല്ലെന്ന് വേണമെങ്കിൽ പറയാം. എന്താ വെച്ചാൽ അത് ഭയങ്കര സ്ലിം സാധനമാണ്, ജസ്റ്റ് ഒരു കീ ആണ്. നമുക്കിതിൽ മെമ്മറിയും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു സിമ്പിൾ പാക്കേജിങ് ആണ്. ഇതിൻ്റെ പ്രൈസിങ് വരുന്നത് 3850 രൂപയാണ്. NFC കൂടിയിട്ടുള്ള മോഡലാണ്. ഇതിൻ്റെ വേറെ മോഡൽസൊക്കെ അവൈലബിൾ ആണ്. ഞാൻ എന്തായാലും മൊബൈലിൽ കാണിച്ചു തരാം. ഇത് നമുക്ക് ആമസോണിൽ അവൈലബിൾ ആണ്. ആമസോണിൽ ഞാൻ വാങ്ങിയത് തന്നെയാണ്. ഞങ്ങളൊരു അത്യാവശ്യം ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ അത്യാവശ്യം ഉപയോഗിക്കുന്നതാണെങ്കിലോ, നിങ്ങളുടെ ഫോട്ടോസൊക്കെ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതാണെങ്കിലോ, അതുപോലെ ഗൂഗിളിൻ്റെ ഡ്രൈവിലേക്ക് നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഡീറ്റെയിൽസ് അപ്ലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതുപോലെ നെറ്റ് ബാങ്കിങ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, ഇതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊരു ഇങ്ങനത്തെ ഒരു കീ വാങ്ങിച്ച് ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. നമുക്കൊരു എക്സ്ട്രാ ലെയർ പ്രൊട്ടക്ഷൻ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം നമ്മുടെ 2 ഫാക്ടർ ഒതൻറ്റിക്കേഷനിൽ നോർമലി അവർ ചോദിക്കുന്നത് പ്രോംപ്റ്റും അല്ലെങ്കിൽ OTP ആണ്. അപ്പോൾ നമ്മുടെ ഫോൺ ഹാക്കി കഴിഞ്ഞാൽ ഇതൊക്കെ അത് എടുക്കാൻ ഭയങ്കര സുഖമാണ്. അപ്പോൾ പിന്നെ സ്റ്റെപ്പ് ഇത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത സ്റ്റെപ്പ് വരെ കീ ഇൻസേർട്ട് ചെയ്യാൻ വരിക. അപ്പോൾ അത് അവർക്ക് രക്ഷയില്ല വേറെ. എന്താ വെച്ചാൽ ഒരു ഫിസിക്കൽ കീ ആണ്, അവർക്ക് ഓൺലൈൻ വഴി ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഫിസിക്കൽ കീ ഉണ്ടെങ്കിൽ നമുക്ക് എക്സ്ട്രാ ഇപ്പോൾ നമുക്ക് ഇതിനൊരു 50% പ്രൊട്ടക്ഷൻ ഉണ്ടെന്ന് ചോദിക്കാം. നമുക്കൊരു 2 സ്റ്റെപ്പ് ഒതൻറ്റിക്കേഷൻ നമ്മളൊരു പ്രോംപ്റ്റോ അല്ലെങ്കിൽ ഗൂഗിൾ ഒതൻറ്റിക്കേറ്ററോ അല്ലെങ്കിൽ എന്താ പറയുക അടുത്ത സ്റ്റെപ്പ് എന്തായിരുന്നു പ്രോംപ്റ്റൊക്കെ കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ OTP കൊടുക്കുകയാണെങ്കിൽ നമുക്കൊരു 50% പ്രൊട്ടക്ഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. നമ്മൾ അതിന് പകരം ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 75-80% വരെ പ്രൊട്ടക്ഷൻ കൂടും. എന്തായാലും 100% കിട്ടില്ല. എന്ന് വെച്ചാൽ ഇതിൻ്റെയും ഹാക്ക് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്തായാലും നമുക്ക് നോർമൽ ഹാക്ക് വരുന്നതിനെക്കാട്ടും ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ 80%, ഒരു 85% അല്ലെങ്കിൽ 90% വരെ നമുക്ക് പ്രൊട്ടക്ഷൻ കൂടും. 50 ഉണ്ടായിരുന്നത്. അപ്പോൾ ഒരു നല്ല ഒരു എക്സ്ട്രാ ലെയർ സെക്യൂരിറ്റി കിട്ടുന്നത് നല്ല തന്നെയല്ല. എന്തായാലും നിങ്ങൾക്കറിയാം, പ്രത്യേകിച്ച് ഇപ്പോൾ പെട്ടെന്ന് നല്ല ഹാക്കിംഗ് ഒക്കെ കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു ടൈമാണ്. ഗൂഗിൾ ഹാക്കായി തന്നെ നമ്മുടെ ഇഷ്ടംപോലെ ഡാറ്റാസ് പോകും. അപ്പോൾ നോർമൽ ആൾക്കാരായി തന്നെ നമ്മുടെ ഗൂഗിൾ ഹാക്കായി തന്നെ നമുക്ക് ഡ്രൈവും അതുപോലെ ജിമെയിലും എല്ലാ സാധനം പോകും. അപ്പോൾ അതിൽ തന്നെ ഇഷ്ടംപോലെ ഡാറ്റാസും ഫോട്ടോസും മെയിൽസും നെറ്റ് ബാങ്കിങ്ങിൻ്റെ ഡീറ്റെയിൽസും എല്ലാ സംഭവങ്ങളും ഉണ്ടായിരിക്കും. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് നല്ലൊരു സംഭവം തന്നെയാണ്. അപ്പോൾ ഞാൻ എന്തായാലും റെക്കമെൻഡ് ചെയ്ത് വാങ്ങിച്ച് ഉപയോഗിക്കാൻ. അപ്പോൾ ഏറ്റവും റേറ്റ് പറഞ്ഞ് വരുന്നത് യൂബിക്കോൻ്റെ ഈ NFC മോഡലാണ്, യൂബിക്കോൻ്റെ ഒട്ടേടാ. അപ്പോൾ 3827 ആണ് വരുന്നത്. ഞാൻ ഇതിൽ തന്നെ വാങ്ങിച്ചു തന്നെയാണ് കേട്ടോ. ഇവരെ അടുത്ത മോഡലാണ് 6997. ഇതിൽ 5 NFC എന്നൊരു മോഡലാണ്. പിന്നെ വരുന്ന ബ്രാൻഡാണ് തേറ്റിസ് അലുമിനിയം. ഇതൊരു അലുമിനിയം നമ്മുടെ ഒരു ശരിക്കൊരു USB സാധനം പോലെ തോന്നുന്നതാണ് തേറ്റിസിൻ്റെ. അത് 3000 രൂപയ്ക്ക് കിട്ടും. പക്ഷേ NFC ഇല്ല, അതുകൊണ്ടാണ് ഞാൻ വാങ്ങിക്കാണ്ടിരുന്നത്. പിന്നെ ഇത് ഇവരുടെ ഫേറ്റിയൻ്റെ മൾട്ടിപാസിൻ്റെ ഒരു ബ്ലൂടൂത്ത് എഡിഷനാണ്. നമുക്ക് ഫോണായിട്ടൊക്കെ ഉപയോഗിക്കാം, ബ്ലൂടൂത്ത് പെയർ ചെയ്തിട്ട്. അവരെ തന്നെ ഒരു റേറ്റ് പറഞ്ഞ മോഡലാണ്. ഇതിലും നമുക്ക് NFC ഇല്ല, NFC ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ NFC മോഡൽ ഈ ഒരു റേറ്റ് കുറഞ്ഞ മോഡലാണെങ്കിൽ 2795 രൂപയ്ക്ക് നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ഉപയോഗിക്കാം. പക്ഷേ ഏറ്റവും ബെസ്റ്റ് യൂബിക്കോടെ തന്നെയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ യൂബിക്കോ തന്നെ എടുത്ത്. അപ്പോൾ ഇവരെ കുറേ മോഡൽസ് നിങ്ങൾക്ക് കൂടെ കാണാൻ വേണ്ടിയിരിക്കുന്നു. 4099 യൂബിക്കോടെ, അതുപോലെ Type-C വരുന്നത് 7500-ൻ്റെ, അതുപോലെ യൂബിക്കോടെ യൂബിക്കി 5 നാനോ 2 ഫാക്ടർ ഒന്ന് ഫീസ് 7500 രൂപയുടെ, അങ്ങനത്തെ കുറേ മോഡൽ വരെ വരുന്നുണ്ട്. യൂബിക്കോടെ തന്നെ കുറേ ടൈപ്പ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാൽ മതി. ബെസ്റ്റ് ബൈ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടായിരിക്കും. ഇപ്പോൾ താല്പര്യമുള്ളവർക്ക് ഈസിയായിട്ട് ഡയറക്റ്റ് പോയിട്ട് വാങ്ങിക്കാം. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ പാക്കേജിങ്ങിനെ കുറച്ച് ഡീറ്റെയിൽ നോക്കാം. ഞാൻ എന്തായാലും ഇത് സൂം ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് പാക്കേജിങ് വരുന്നത്. സെക്യൂരിറ്റിക്ക് NFC എഴുതിയിട്ടുണ്ട്, യൂബിക്കോന്ന് എഴുതിയിട്ടുണ്ട്, ബ്ലൂ കളർ എഴുതിയിട്ടുണ്ട്. ബാക്ക് സൈഡിലായിട്ട് ഗെറ്റ് സ്റ്റാർട്ട് എന്ന് പറഞ്ഞിട്ട് yubico.com @start എന്ന് കൊടുത്തിട്ടുണ്ട്. /start കൊടുത്തിട്ടുണ്ട്. മാനുഫാക്ചർഡ് ഇൻ സ്വീഡൻ ആൻഡ് USA ആണ്. അപ്പോൾ ശരിക്കും ഇതിന് പ്രൈസ് വരുന്നത് 2500 റേഞ്ചൊക്കെയാണ്. പക്ഷേ ഇമ്പോർട്ട് ആവണത് കൊണ്ട് തന്നെ നമുക്ക് ഇവിടെ കിട്ടുന്നത് 3800 ആ റേഞ്ചിലൊക്കെയാണ്. ഒരു 1000-1500 രൂപ കൂടിയിട്ടാണ് നമുക്കിവിടെ കിട്ടുന്നത്. നിങ്ങൾ ഇവരുടെ ഒറിജിനൽ സൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഈ മോഡലിന് 2200-2300 ഉണ്ടാവുള്ളൂ. പക്ഷേ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യാൻ എൻ്റെ ഷിപ്പിംഗ് ചാർജ് എല്ലാം കൂടിയിട്ടൊരു $20 വരുന്നുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ ആമസോണിൽ വാങ്ങിക്കാൻ അതേ റേറ്റ് ആവും. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വാങ്ങിക്കുന്നതായിരിക്കും നല്ലത്. എന്നുവെച്ചാൽ പെട്ടെന്ന് കിട്ടുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആമസോണിൽ തന്നെ വാങ്ങിച്ചത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് പൊട്ടിക്കുക. അതിൽ വേറെ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെ ബാക്കിൽ വലിക്കുക വേണ്ടു, വേറെ ഒന്നുമില്ല. നമുക്കിത് ശരിക്കും കീ ചെയിനിലൊക്കെ ഇട്ട് ഉപയോഗിക്കാം. നിങ്ങൾക്ക് കഴിഞ്ഞ കീ ചെയിനിലിടാനുള്ള ഒരു സ്ലാഷും കാര്യങ്ങളൊക്കെ ഇവിടെ നിങ്ങൾക്ക് കാണണ്ടായിരിക്കും. അപ്പോൾ ജസ്റ്റ് ഈ സംഭവം മാത്രമേ ഉള്ളൂ. നമുക്കിത് വർക്ക് ചെയ്യാം. നമുക്ക് എന്തായാലും ഇത് NFC-യിൽ ഞാൻ പേര് ചെയ്ത് കാണിച്ചു തരാം നമ്മുടെ ഫോണായിട്ട്. അപ്പോൾ നമുക്ക് ടാപ്പിംഗ് ഇതിൻ്റെ ബാക്കിലായിട്ട് നിങ്ങൾക്ക് കാണാനായിരിക്കും യൂബിക്കോ പവർഡ് ബൈ യൂബിക്കോ നിങ്ങൾക്ക് കാണാനായിരിക്കും. വേറെ ഒന്നുമില്ല, അത് ജസ്റ്റ് ഗോൾഡൻ ടാപ്പിംഗ് മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്കിവിടെ അതിൻ്റെ ഒരു കണക്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല റിജിറ്റാണ്, നല്ല ബിൽഡ് ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മൾ ഫോണിൽ ഞാൻ ഇത് കണക്ട് ചെയ്തിട്ട് അല്ല NFC വഴി പെയർ ചെയ്തിട്ട് കാണിച്ചു തരാം. നമ്മുടെ ഫേസ്ബുക്കിൽ നമുക്ക് ആദ്യം ഒന്ന് പെയർ ചെയ്തിട്ട് 2 ഫാക്ടർ ഒതൻറ്റിക്കേഷൻ ഓൺ ചെയ്യാം. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് നമ്മുടെ ഫേസ്ബുക്കിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ മൊബൈലിൽ എത്തിയിട്ടുണ്ടാവും. നമുക്ക് മൊബൈലിൽ നേരെ ഫേസ്ബുക്കിലേക്ക് പോകാം. സെറ്റിങ്സിലേക്ക് പോവാം. സെറ്റിങ്സ് ആൻഡ് പ്രൈവസി, അതുപോലെ സെറ്റിങ്സിലേക്ക് പോവാം. അതുപോലെ പാസ്വേഡ് ആൻഡ് സെക്യൂരിറ്റിയിൽ പോവാം. താഴെയായിട്ട് 2 ഫാക്ടർ ഒതൻറ്റിക്കേഷൻ ഉണ്ട്, അതിൻ്റെ ഉള്ളിലേക്ക് പോവാം.
അപ്പോൾ നമുക്ക് ഇവിടെ താഴെ കാണാം സെക്യൂരിറ്റി കീ, ആഡ് എ സെക്യൂരിറ്റി കീ. അത് ക്ലിക്ക് ചെയ്യുക, രജിസ്റ്റർ സെക്യൂരിറ്റി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ അത് കൊടുത്തു. യൂസ് യുവർ സെക്യൂരിറ്റി കീ വിത്ത് ഫേസ്ബുക്ക് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗെറ്റ് സ്റ്റാർട്ടഡ് കൊടുക്കുക. നിങ്ങൾക്ക് അടുത്തായിട്ട് വരുന്നത് യൂസ് സെക്യൂരിറ്റി കീ ബ്ലൂടൂത്ത്, യൂസ് സെക്യൂരിറ്റി കീ വിത്ത് NFC, അതേപോലെ സെക്യൂരിറ്റി കീ വിത്ത് USB കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതിൽ USB പറ്റില്ല, നമുക്ക് ടൈപ്പ് ചെയ്യാണല്ലോ. അപ്പോൾ നമുക്ക് ഞാൻ കുറച്ച് സൂം ചെയ്യാം. നമുക്കിനി NFC കൊടുക്കാം. അപ്പോൾ NFC ടേൺ ഓൺ കൊടുക്കുന്നുണ്ട്, ഞാൻ ഓൺ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി നമ്മുടെ കാർഡെടുത്തിട്ട് ഇവിടെ വയ്ക്കാം. ഓൾറെഡി ഡിറ്റക്റ്റ് ചെയ്ത് കഴിഞ്ഞു, കാര്യം കഴിഞ്ഞു. സെക്യൂരിറ്റി കീ സക്സസ്ഫുള്ളി ആഡഡ്, അജയ് സെക്യൂരിറ്റി എൻ്റെ പേരൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഡൺ കഴിഞ്ഞു. അപ്പോൾ 2 ഫാക്ടർ ഓതൻറ്റിക്കേഷനിൽ കീ വന്നു. നമുക്ക് ഇനി വേണമെങ്കിൽ ഈ സാധനം ഓഫ് ചെയ്ത് വയ്ക്കാം. ഫോൺ നമ്പർ വരുന്ന സംഭവം ഓഫ് ചെയ്ത് വയ്ക്കാം. കണ്ടു. അപ്പോൾ പാസ്വേഡ് കൊടുക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ പാസ്വേഡ് കൊടുക്കട്ടെ കേട്ടോ. ഞാൻ ശരിക്കും പാസ്വേഡ് തന്നെ മറന്നു. ശരിയാവുമോ എന്തോ, അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യേണ്ടി വരും. തെറ്റിപ്പോയി. ആദ്യം തെറ്റിപ്പോയി. അയ്യോ, പണി കിട്ടി. അപ്പോൾ നമ്മളത് ഫുൾ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ ഞാൻ ഗൂഗിളിൽ ഇതുപോലെ ആഡ് ചെയ്യാം, ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് ഇതുപോലെ ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ നമുക്കൊന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഫോളോ ചെയ്യാത്തവർ ഒന്ന് ഫോളോ ചെയ്യാട്ടെ. നമ്മൾ ഓൾറെഡി നമ്മുടെ പേജിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷനിൽ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. നമ്മൾ സെറ്റിങ്സിൽ പോവുക, അതുപോലെ സെക്യൂരിറ്റിയിൽ പോവുക, 2 ഫാക്ടർ ഓതൻറ്റിക്കേഷനിൽ പോവുക, ഇതിൽ അഡീഷണൽ മെത്തേഡിലേക്ക് പോവുക. അതിൽ ബാക്കപ്പ് കോഡ് മാത്രം, അതിൽ ഓതൻറ്റിക്കേറ്റർ ആപ്പ്. നമുക്കിതിൽ കണക്റ്റഡ് ഡിവൈസ് അല്ലോ, നമുക്കിതിൽ കീ ഫീച്ചർ വന്നിട്ടില്ല എന്ന് തോന്നുന്നു കേട്ടോ. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ കീ ഫാക്ടർ ഓതൻറ്റിക്കേഷൻ ആഡ് ചെയ്യാൻ ആരെങ്കിലും, അതുപോലെ ഇത് ആക്ച്വലി ഇതിൽ ആ ഫീച്ചർ ഉണ്ടോയെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടെ. ഞാൻ ആക്ച്വലി നോക്കിയിട്ട് കാണാനില്ല, ഞാൻ അതിനെക്കുറിച്ച് സെർച്ച് ചെയ്ത് നോക്കാനും മറന്നു. എന്ന് വെച്ചാൽ നമ്മൾ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്കും ഈ റീസണിലാണ് ഉപയോഗിച്ച് തുടങ്ങിയത്. എൻ്റെ ഒരു അറിവിൽ ഇതിൽ സെക്യൂരിറ്റിക്ക് ഫീച്ചർ വന്നിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. പക്ഷേ ഫേസ്ബുക്കിൻ്റെ ആയതുകൊണ്ട് തന്നെ അവർ ആഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഞാൻ നോക്കിയിട്ട് കാണില്ല, ഇനി അപ്ഡേറ്റ് ചെയ്യേണ്ടി വരുമോ അറിയില്ല. അപ്പോൾ നമുക്കിനി അടുത്തുള്ളത് ഗൂഗിളിലാണ്. അതിൻ്റെ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഗൂഗിളിൽ നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടറിൽ കാണാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഗൂഗിളിലേക്ക് പോവാം. ഗൂഗിളിൽ പോയിട്ട് നമ്മുടെ എന്താ പറയുക, ഇങ്ങനെ ലോഗിൻ ചെയ്യാം. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നതായിരിക്കും. നമ്മൾ പാസ്വേഡ് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് അടിക്കുമ്പോൾ നമ്മുടെ ഇപ്പോൾ ആക്ച്വലി 2 ഫാക്ടർ ഓതൻറ്റിക്കേഷൻ കൊടുത്തിരിക്കുന്നത് നമ്മുടെ OTP ആണ്. അപ്പോൾ ഞാൻ OTP അല്ലെങ്കിൽ നമുക്ക് പ്രോംപ്റ്റാണ്. അപ്പോൾ ഞാൻ മൊബൈലിൽ നമുക്കത് ഓണാക്കാം, എന്നാലും നമുക്ക് ഇപ്പോൾ ഉള്ളിൽ കയറാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിൻ്റെയും ഒരു സെക്യൂരിറ്റി ലെയർ കൂടാനുള്ള പരിപാടിയാണ് നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഫോണിൽ ഓൾറെഡി അലൗ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണുന്നതായിരിക്കും, ഇപ്പോൾ ഓൾറെഡി സൈൻ ചെയ്ത് കാണിക്കുന്നുണ്ടായിരിക്കും അവർ. നമുക്ക് ഇനി സൈൻ ഇൻ ആവട്ടെ. നമുക്ക് സൈൻ ഇൻ ആയിട്ട് നമുക്ക് നേരെ മാനേജ് ചെയ്ത ഗൂഗിൾ അക്കൗണ്ടിലേക്ക് പോവാം. നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ സെക്യൂരിറ്റി സെക്ഷനിലേക്ക് പോവാം. അതിൽ നമുക്ക് താഴെ 2 ഫാക്ടർ ഓതൻറ്റിക്കേഷൻ എന്ന് പറഞ്ഞ സെക്ഷനിലേക്ക് പോവാം. അപ്പോൾ അതിൽ ഒന്നും കൂടി ഒരു പാസ്വേഡ് ചോദിക്കുന്നുണ്ട്. ഞാൻ എന്തായാലും പാസ്വേഡ് ഒന്നും അടിക്കട്ടെ. ഞാൻ പാസ്വേഡ് ഓൾറെഡി കൊടുത്തു. അപ്പോൾ ഇനി നമുക്ക് ഒന്നുകൂടി അത് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ വെരിഫൈ ഇറ്റ്സ് യു എന്നിട്ട് നമ്മുടെ മൊബൈലിൽ ഒരു ഇത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഒന്നുകൂടി ഞാൻ പ്രോംപ്റ്റ് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മൾ 2 ഫാക്ടർ ഓതൻറ്റിക്കേഷൻ്റെ ഉള്ളിൽ കയറിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കും. അപ്പോൾ ഞാൻ അതിൽ ഗൂഗിൾ പ്രോംപ്റ്റ് കൊടുത്തിട്ടുണ്ട്, അതുപോലെ ബാക്കപ്പ് കോഡ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൽ എന്താ ചെയ്യേണ്ടത്, സെക്യൂരിറ്റിക്ക് പോയി കൊടുക്കാം. സെക്യൂരിറ്റിയുടെ ഉള്ളിൽ കയറുക, ആഡ് സെക്യൂരിറ്റി കൊടുക്കുക. ഇതിൽ ബ്ലർ ആവുന്നുണ്ട്, ഞാൻ എന്തായാലും ബ്ലർ ആക്കിയതാണ് ശരിക്കും കുറച്ച്. ഇതിൽ നമുക്ക് ഫിസിക്കൽ കൊടുക്കുക. കണ്ടോ, ഫിസിക്കൽ USB ഓർ NFC കീ, നെക്സ്റ്റ് കൊടുക്കുക. സെറ്റപ്പ് യുവർ സെക്യൂരിറ്റി കീ ടു സൈൻ ഇൻ ടു ദിസ് റിക്വസ്റ്റ് കം ഫ്രം ഗൂഗിൾ കോം. ഓക്കെ കൊടുക്കുകയാണ് നമ്മൾ. കണ്ടിന്യൂ സെറ്റപ്പ്. ഇൻസേർട്ട് യുവർ സെക്യൂരിറ്റി കീ ടു USB പോർട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഓൾറെഡി നമ്മുടെ ഇൻസേർട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ ഞാൻ ഓൾറെഡി ഇൻസേർട്ട് ചെയ്തപ്പോൾ ഇവിടെ കാണിക്കുന്നുണ്ട് ടച്ച് യുവർ സെക്യൂരിറ്റി കീ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഉള്ളിലൊരു പോർട്ട് കാണാം. നമുക്ക് അവിടെ ഒരു ചെറിയ LED ബ്ലിങ്ക് ഒക്കെ ചെയ്യും. അപ്പോൾ അതിൽ നമുക്ക് ടച്ച് ചെയ്യാം. അപ്പോൾ ഞാൻ ടച്ച് കൊടുത്തു. അത് നിങ്ങൾക്ക് ഇവിടെ കണക്ഷൻ ആവുന്നത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ സെക്യൂരിറ്റി കീ നമ്മുടെ പേര് കൊടുക്കുകയാണ്.
അപ്പോൾ സെക്യൂരിറ്റി കീസ് ആഡ് ആണെന്ന് കാണിക്കുന്നുണ്ട്. 2-factor authentication സക്സസ്ഫുള്ളി ആഡഡ് ആയിട്ടാണ്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് കൊടുക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് നെക്സ്റ്റ് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നതായിരിക്കും നമുക്ക് നമ്മുടെ പേര് വെച്ചിട്ട് നമ്മുടെ കീ ആഡ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ബാക്കിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ സെക്യൂരിറ്റി കീയിൽ നമുക്ക് ഇനി അടുത്തത് ശരിക്കും ഇത് മാത്രമേ ഇനി വേണ്ടൂ ശരിക്കും. അപ്പോൾ നമുക്ക് ഈ സംഭവമൊക്കെ വേണമെങ്കിൽ എടുത്താൽ ഇപ്പോൾ ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് സെക്യൂരിറ്റി കീയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ശരിക്കും ഗൂഗിൾ ഒന്നെൻറ്റിക്കേറ്റർ ഇതൊക്കെ നമുക്ക് ശരിക്കും വേണമെങ്കിൽ ബാക്കപ്പ് ഇത് റിമൂവ് ചെയ്ത് കളയാം. എന്ന് വെച്ചാൽ നമ്മുടെ മെയിൻ ഇനി എല്ലാം ഉള്ളത് നമ്മുടെ കീ ആണ്. അപ്പോൾ ഞാൻ ഇതൊക്കെ കളയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ സെക്യൂരിറ്റി കീ ഉപയോഗിച്ചിട്ട് ബാക്കിയെല്ലാം കളയാട്ടോ. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കളയാം, അല്ലെങ്കിൽ കുഴപ്പമില്ല. എന്ന് വെച്ചാൽ അങ്ങനെ ഒരു ലെയർ വന്നിട്ട് നമ്മൾ വേറെ ഓതൻറ്റിക്കേറ്റർ നമ്മുടെ ഫോണൊക്കെ ഹാക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ ഓതൻറ്റിക്കേറ്റർ ഉണ്ടെങ്കിൽ അവർക്ക് കയറാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ കളയുന്നതായിരിക്കും നല്ലത്. ബാക്കപ്പ് കോഡും കളയാം. നമ്മുടെ ഫോൺ ലിസ്റ്റായി നിന്ന് കളഞ്ഞാൽ മതി. ഇതിലൊക്കെ ഡൗൺലോഡ് ചെയ്ത് നമുക്ക് ഡെലിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഡെലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫുൾ സെറ്റപ്പ് കഴിഞ്ഞു കേട്ടോ. അത്രയേ ഉള്ളൂ, വേറെ സെറ്റപ്പ് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ ചെറിയ കുറേ ഏരിയയിലൊക്കെ നമ്മൾ ബ്ലർ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഈസിയായിട്ട് ആഡ് ചെയ്യാം. നമ്മുടെ എല്ലാത്തിൻ്റെയും 2-factor authentication സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എല്ലാത്തിൻ്റെയും സെക്യൂരിറ്റി കീ എന്ന് സെക്ഷൻ കാണാം. അതിൽ വെറുതെ കൊടുത്താൽ മതി, വേറെ ഒന്നുമില്ല. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഒരു സെക്യൂരിറ്റി കീ ഉപയോഗിക്കാൻ പറയാം. എന്തായാലും ഇപ്പോൾ എല്ലാവരും മോസ്റ്റ്ലി നെറ്റ് ബാങ്കിങ്, മൊബൈൽ ബാങ്കിങ് എല്ലാ സംഭവം ചെയ്യുന്നതാണ്. അതുപോലെ ക്രെഡിറ്റ് കാർഡിൻ്റെ ആപ്പ് എല്ലാ സംഭവങ്ങളും ചെയ്യുന്നതാണ്. അപ്പോൾ അതുപോലെ ഇതൊക്കെ നമ്മുടെ ലിങ്ക്ഡ് ആയിരിക്കും നമ്മുടെ മെയിലിലേക്ക്. അതുപോലെ ജിമെയിലിൽ അത്യാവശ്യം നല്ല ഡാറ്റാസ് ഉണ്ടായിരിക്കും, ഗൂഗിൾ ഡ്രൈവിലുണ്ടായിരിക്കും. അപ്പോൾ എല്ലാത്തിനും ഒരു സെക്യൂരിറ്റി ലെയർ കൂട്ടുന്നത് നല്ലതായിരിക്കും. എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ചെക്ക് ചെയ്താൽ മതി, ബെസ്റ്റ് വൈ ലിങ്ക് ഉണ്ടായിരിക്കും. താല്പര്യമുള്ളവർക്ക് നമുക്ക് ഏതാണ് വേണ്ടത് നിങ്ങൾക്ക് അത് നോക്കിയിട്ട് വാങ്ങിക്കാട്ടോ. അപ്പോൾ നമ്മൾ ഞാൻ ആക്ച്വലി മാസ്ക് വെച്ചിരിക്കുന്നത് നല്ല പൊടിയാണ് ഇവിടെ, അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മാസ്ക് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. ഡാർക്കായിട്ടുണ്ട്, നല്ല ഡാർക്കാണെന്ന് വെച്ചാൽ ലൈറ്റ് കറക്റ്റായിട്ട് വന്നിട്ടില്ല. അപ്പോൾ ഞാൻ നമ്മുടെ വീഡിയോ നിർത്തുകയാണ്. നിങ്ങൾക്ക് ഓൾമോസ്റ്റ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു നമുക്ക് എങ്ങനെ ആഡ് ചെയ്യാം, എങ്ങനെ നമ്മുടെ ഗൂഗിൾ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ അതുപോലെ ജിമെയിലിൽ എങ്ങനെ നമുക്ക് നമ്മുടെ കീ ആഡ് ചെയ്തിട്ട് നമുക്കൊരു ലെയർ സെക്യൂരിറ്റി കൂട്ടാമെന്നാണ് നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഫ്രണ്ട്സിലേക്ക് ചെയ്യാൻ വേണ്ടി ഒന്ന് ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട. അപ്പോൾ ബൈ.